നിങ്ങളൊന്ന് മാർഗം പിഴച്ചു കിട്ടണമെന്ന് യഹൂദികൾ, അതേ ഗ്രന്ഥം നൽകപ്പെട്ട ആ കക്ഷികൾ അതാ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വല്ലാഹു അഅ്ലമു ബിഅഅദാഇകും, അല്ലാഹുവിന് നിങ്ങളെ ശത്രുക്കളെ നന്നായി അറിയാം. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. അതിന്റെ പേരിൽ നിങ്ങൾ അല്പവും ഭയപ്പെടേണ്ടതില്ല, ഭീരുക്കളാകേണ്ടതില്ല, പിന്നോട്ടടിക്കേണ്ടതില്ല. അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കാൻ മതിയായവനാണ്, അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ മതിയായവനാണ്. എന്നാൽ ഈ യഹൂദികളുടെ പരിപാടി എന്താണ്? മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. ഗ്രന്ഥങ്ങളിൽ, അല്ലാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിലുള്ള വാചകങ്ങൾ അതിന്റെ ഉദ്ദേശാർത്ഥത്തിൽ നിന്ന് അതിനെ മറിച്ചു കളയുക, ഉദ്ദേശാർത്ഥം ദുർവ്യാഖ്യാനം ചെയ്തും അതിനെ അതാ ദുഷിച്ച നിലയ്ക്ക് വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും അവരതാ തിരിമറി നടത്തിക്കൊണ്ടിരിക്കുന്നു. വയഖൂലൂന സമിഅനാ വഅസൈനാ. അവരെ പരിപാടി എങ്ങനെയാണെന്നറിയോ? അള്ളാന്റെ ഗ്രന്ഥത്തെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് നാവ് കൊണ്ട് പറയും, വഅസൈനാ പ്രവൃത്തി കൊണ്ട് ഖുർആനിനെതിരെ, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾക്കെതിരെ അവര് പ്രവർത്തിക്കുകയും ചെയ്യും. വസ്മഅ ഗൈറ മുസ്മഇൻ വറാഇനാ ലയ്യം ബിഅൽസിനതിഹിം യഖൂലൂന സമിഅനാ വഅസൈനാ വസ്മഅ ഗൈറ മുസ്മഇൻ വറാഇനാ ലയ്യം ബിഅൽസിനതിഹിം വതഅനം ഫിദ്ദീൻ. അതേ, രണ്ട് നിലക്കർത്ഥമുള്ള ശൈലിയിൽ അവർ സംസാരിക്കും. കേൾക്കൂ എന്ന് പറയും, കേൾക്കാതിരിക്കട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ റായിന എന്ന് പറയും. നാവ് കൊണ്ടവർ അതാ വളച്ചൊടിച്ച് തിരിച്ചും മറിച്ചും പറയും. വതഅനം ഫിദ്ദീൻ. ദീനുൽ ഇസ്ലാമിന് എങ്ങനെയുണ്ട് കേടുവരുത്താൻ എന്നാണ് അവരെ ശ്രമം. വലൗ അന്നഹും ഖാലൂ സമിഅനാ വഅതഅനാ. അതേ സമയത്ത് അവരെങ്ങാനും അതാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചവർ ജീവിക്കുകയാണെങ്കിൽ, വസ്മഅ വൻദുർനാ, നബിയേ ഞങ്ങളെ കേൾക്കണേ, ഞങ്ങളെ സ്വീകരിക്കണേ, വൻദുർനാ ഞങ്ങളെ ഗൗനിക്കണേ എന്ന് നബിയോട് അവർ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്കത് ഖൈറാകുമായിരുന്നു. പക്ഷേ നബിയെ ആദരിച്ച് ബഹുമാനിച്ച് നബിയോട് ഞങ്ങളെ ഗൗനിക്കണേ, ഞങ്ങളെ പരിഗണിക്കണേ, ഞങ്ങളെ ശ്രദ്ധിക്കണേ, അവിടുത്തെ തിരുനോട്ടമുണ്ടാകണേ എന്ന് നബിയോട് ആദരപൂർവം പറയാൻ അവർ തയ്യാറാകൂല. അവരങ്ങനെ പറയാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ നന്നായിരുന്നേനെ. വഅഖ്വം, അതേറ്റവും ശരിയായ മാർഗമായിരുന്നേനെ. വലാകിൻ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലാ. പക്ഷേ അവരെ മനസ്സിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവരെ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു പോയി. അതുകൊണ്ട് അവരിൽ വളരെ ചുരുങ്ങിയ ആളുകളല്ലാതെ വിശ്വസിച്ച് നന്നാകൂല നബിയേ. യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞ ഈ വാചകം, സഹോദരന്മാരെ, യഹൂദികളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്നൊരു കക്ഷികൾ ഖിയാമത്തിനോടനുബന്ധിച്ച് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ സ്വഭാവമെല്ലാം അതേ അവരെ പിന്തുടരുന്ന കക്ഷികൾക്കും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിഴവ് സംഭവിക്കാതിരിക്കണമെങ്കിൽ യഹൂദികളുടെ ആഗ്രഹം യുരീദൂന അൻ തദില്ലുസ് സബീൽ, നിങ്ങളൊന്ന് വഴിപിഴച്ച് കാണണമെന്നാണ്. ഈ വഴിപിഴവില്ലാതിരിക്കണമെങ്കിൽ നമുക്കെന്താണ് മാർഗം? ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗം നടത്തുന്നത്. എൻ്റെ മുസ്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ സംഭവബഹുലമായ ദീനീ പ്രവർത്തനം നടത്തി. ഹജ്ജത്തുൽ വദാഇൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. ഓ സഹാബികളെ,
തറക്തു ഫീകും, നിങ്ങളിൽ ഞാൻ കൈയൊഴിച്ചു പോകുന്നു, അംറൈനി, രണ്ട് കാര്യം. നിങ്ങളിൽ ഞാൻ കൈയൊഴിച്ചു പോകുന്നു, രണ്ട് കാര്യം. വളരെ അർത്ഥവത്താണ് അവിടുത്തെ വാചകം. കാരണം 30 ജുസ് ഉള്ള ഒരു മുസ്ഹഫ്, ഖുർആൻ 30ഉം ഒന്നായി എഴുതി ക്രോഡീകരിച്ച് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കയ്യിൽ കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആൻ എവിടെയാ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എവിടെയാണുള്ളത്? അവിടുന്ന് പറയുന്നത് തറക്തു ഫീകും, നിങ്ങളിൽ ഞാൻ കൈയൊഴിച്ചു പോകുന്നു. അത് രണ്ടും സഹാബികളിലാണുള്ളത്. അംറൈനി, രണ്ട് കാര്യം. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ ഖുർആനും എൻ്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകൂല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. ഇത് രണ്ടും സഹാബത്തിനെ പഠിപ്പിച്ചിരിക്കുകയാണ്, സഹാബത്തിൽ അത് നിലനിർത്തിയിരിക്കുകയാണ്. ഇനി ആർക്ക് ഖുർആൻ ഗ്രഹിക്കണോ, ആർക്ക് നബിയുടെ സുന്നത്ത് മനസ്സിലാക്കണോ, സഹാബത്തിനെ അവലംബിക്കണം. കാരണം അവരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും സുന്നത്തും ഒഴിച്ചിട്ട് പോയത്. സഹാബത്തിനെ അവലംബിക്കാതെ ലോകത്തൊരാൾക്കും ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. സഹാബത്തിനെ അവലംബിക്കാതെ ലോകത്താർക്കും നബിചര്യ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇത് തന്നെയാണ് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനും അതാ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അതെ, മക്കക്കാരും മദീന നിവാസികളുമായ മുഹാജിറുകളും അൻസാരികളുമായ സഹാബികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബത്തിനെ കുറ്റം പറയാതെ, അവരെ അവഗണിക്കാതെ, അവരെ തള്ളിപ്പറയാതെ നല്ല നിലയ്ക്ക് അവരെ പിന്തുടർന്ന് ജീവിച്ചവരും റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു, അല്ലാഹു അവരെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ടും വാഗ്ദത്തം കൊണ്ടും അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ. ഈ സഹാബത്തിനെ പിന്തുടരാതെ ഒരാൾക്കും ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുക സാധ്യമല്ല. സഹാബത്തിനെ പിന്തുടരാതെ നബിചര്യ സ്വീകരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ഇനി എൻ്റെ നാട്ടുകാരായ നാദാപുരത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിൽ പെട്ടുപോയ സാധാരണക്കാരോട് വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് നോക്കൂ, മഹാന്മാരായ സഹാബത്ത് തർക്കമില്ലാതെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, ഫസബത്തൽ അംറു അലാ ദാലിക്, സ്ഥിരപ്പെട്ട് കഴിഞ്ഞു കാര്യം. എന്ത്? ജുമുഅ നിസ്കാരത്തിന് 2 ബാങ്ക് വിളിക്കൽ, അത് സഹാബത്തിനിടയിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കി. ചോദിക്കട്ടെ, നാദാപുരം വലിയ ജുമുഅത്ത് പള്ളിയിൽ ജുമുഅയുണ്ട്, അത് എത്രയോ കാലഘട്ടം മുന്നേ ഉണ്ട്. അവിടെ 2 ബാങ്ക് കൊടുത്തുകൊണ്ട് ജുമുഅ. പിന്നീട് പുത്തൻപള്ളിയിൽ ജുമുഅയിട്ടിട്ടുണ്ട്, അവിടെയും 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമുഅ. ഇവിടെയും അതാ നമ്മുടെ ഈ പള്ളിയിൽ ജുമുഅയുണ്ട്, 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമുഅ. ചോദിക്കട്ടെ, സഹാബത്തിനെ പിന്തുടരുന്നവർ ആരാണെന്ന് ഒറ്റവാക്കിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ചോദിക്കട്ടെ, നമ്മുടെ മുജാഹിദിന്റെ പള്ളിയിൽ ജുമുഅക്ക് ബാങ്ക് എത്രയാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, അതിന് സനദിന്റെ കുറവുണ്ടോ? പാരമ്പര്യത്തിന്റെ കുറവുണ്ടോ? സഹാബത്തിന്റെ പ്രവർത്തനമല്ലേ? ഫസബത്തൽ അംറു അലാ ദാലിക്, അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞുവെന്ന് ബുഖാരിയിൽ 916 നമ്പർ ഹദീസല്ലേ. പക്ഷേ ഉസ്മാനു ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് തർക്കമില്ലാതെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ അലി ഇബ്നു അബീ താലിബ്
ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടർന്നു വന്ന അന്ന് മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും തുടർന്നു വരുന്ന, ലോകത്തുള്ള സർവ്വ രാഷ്ട്രങ്ങളിലും തുടർന്നു വരുന്ന ഈ 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു മുസ്ലിമീങ്ങളെ? ഇവിടെ ഷാദിലി റാത്തീബിനെ സംബന്ധിച്ച് മൗലവി കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ റാത്തീബൊക്കെ ഞാനും കാണിക്കാൻ പോകുന്നുണ്ട്. ഞാനതിന് മുമ്പ് പറയട്ടെ, ഷാദിലി റാത്തീബിന്റെ എന്തെല്ലാമാണോ തെളിവേണ്ടതൊക്കെ തരാമല്ലോ, ഇവിടെ ഒരു കുറവുമില്ലല്ലോ. ചോദിക്കട്ടെ, സഹീഹുൽ ബുഖാരിയിൽ 916 നമ്പർ ഹദീസിൽ സ്ഥിരപ്പെട്ടുവെന്ന് സഹാബി വര്യനായ സായിദ് റളിയല്ലാഹുവിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മക്ക മദീനയിലടക്കം നടക്കുന്ന ഈ 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു? ഇത് മുസ്ലിമീങ്ങളെ ചോദ്യമാണ്, ഇത് മുസ്ലിമീങ്ങളെ ചോദ്യമാണ്. ഈ ചോദ്യം മുജാഹിദിന്റെ നെഞ്ഞിലേക്കാണ്. നെഞ്ഞത്ത് കൈവച്ചത് കൊണ്ട് ഈ ചോദ്യം അവിടെ തറിക്കുകയില്ലെന്ന് മനസ്സിലാക്കരുത്. ആ കൈ തുളച്ചു കയറുന്ന ചോദ്യമാണ്, നിങ്ങളെ നെഞ്ഞിലേക്കുള്ള ചോദ്യമാണ്. സഹാബത്ത് സ്ഥിരപ്പെട്ടുവെന്ന് പറഞ്ഞ, ബുഖാരിയിൽ സ്ഥിരപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വന്ന 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു മുജാഹിദേ? ഇത് മുസ്ലിം സമുദായത്തിന്റെ ചോദ്യമാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, യഹൂദികൾ അവർക്ക് നിങ്ങളെ പിഴപ്പിക്കൽ ഉദ്ദേശമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഖുർആൻ നിങ്ങളെ മുൻഗാമികളെ നിങ്ങൾ അവരുടെ ചര്യ നിങ്ങൾ പിന്തുടരും. അഥവാ ആരുടെ സഹാബത്തിന് അതാ ചോദിക്കുന്നു നബിയോട്, ചാണിന് ചാണായി മുഴമിന് മുഴമായി പിന്തുടരും ഈ സമുദായത്തിൽ ചിലരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, അൽ യഹൂദ വന്നസാറ, യഹൂദികളെ ആണോ നബിയെ, നസാറാക്കളെ ആണോ നബിയെ? അപ്പൊ നബി തങ്ങളെ ചോദ്യം ഫമൻ, പിന്നെ ആരെയാണ്? യഹൂദികളെ തുടരും, നസ്രാനികളെ തുടരും. ചോദിക്കട്ടെ, ഏത് യഹൂദിയാണ് മുസ്ലിം ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ പള്ളികളിൽ തർക്കമുണ്ടാകാൻ വേണ്ടി, മുസ്ലിം പള്ളികൾ പൂട്ടാൻ വേണ്ടി? നമ്മുടെ അനുഭവമല്ലേ ഇപ്പൊ ഇങ്ങോട്ടായി പള്ളി 30 കൊല്ലം പൂട്ടിയിട്ടിട്ട് പശു കയറി മൂത്രമൊഴിച്ചില്ലേ? എന്തായിരുന്നു തർക്കം? സഹാബത്ത് നടപ്പാക്കിയ 2 ബാങ്ക് ജുമഅക്ക് പറ്റുമോ ഇല്ലേ എന്നതായിരുന്നില്ലേ തർക്കം? ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത് മൗലവിമാരെ? എന്താണ് തന്നതല്ലെങ്കിൽ സഹാബത്തിനെ പിന്തുടരാതെ ഏത് ദീനാണ് നിങ്ങൾക്ക് കിട്ടിയത്? അല്ല, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വാദമുണ്ടോ? മക്കയിലും മദീനയിലും ഇപ്പോഴും അത് നടക്കുന്നില്ലെന്ന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയൂ. നിങ്ങൾക്ക് ഏത് കളവും പറയുന്നതിന് നാവിനൊരു മടിയുമില്ലല്ലോ. പുത്തൻ പള്ളിയിലെ ജുമുഅക്ക് മൈക്കുണ്ടെന്ന് പ്രസംഗിച്ച കക്ഷിയല്ലേ ഇവിടെ വന്ന് പ്രസംഗിച്ചത്? ഈ നാദാപുരത്ത് നടക്കുന്ന പുത്തൻ പള്ളിയിലെ ജുമുഅക്ക് മൈക്ക് വെച്ചിട്ടാണ് ഖുതുബ ഓതുന്നതെന്ന് നാദാപുരത്തുനിന്ന് പച്ചക്കള്ളം പറഞ്ഞ മൗലവിയല്ലേ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്? ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളം പറയാൻ ധൈര്യമുണ്ടോ? മക്കയിൽ 2 ബാങ്കില്ല, മദീനയിൽ 2 ബാങ്കില്ല, ബുഖാരിയിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പച്ചക്കള്ളം പറയാൻ ധൈര്യമുണ്ടോ? ഇനി നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഏത് വിഷയം വന്നാലും അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് പാരമ്പര്യത്തിലൂടെ കിട്ടിയ മതമാണ്. ആ മതത്തെ പിന്തുടരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ തന്നെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹാബികളെ തുടരണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ലോക ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. അതെന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മുജാഹിദിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ചേരിയിൽ നിന്നുകൊണ്ടോ,
ചേകനൂരിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ കാദിയാനിയുടെ ചേരിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കള്ളത്തരീക്കത്തിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ ഏത് ചേരിയിൽ നിന്നുകൊണ്ടാണെങ്കിലും ശരി, മുൻഗാമികൾ നടന്നു വന്നതിനെ ചോദ്യം ചെയ്യുന്ന കക്ഷികളോട് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അത് പേരോടിന്റെ ഉപദേശമല്ല, നിങ്ങളെയും എന്നെയും പടച്ച റബ്ബിന്റെ ഉപദേശമാണ്. അറിയാത്തത് പറയാൻ പോകരുത്, അറിയാത്തത് പിന്തുടരരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, കാരണം കാതും കണ്ണും മനസ്സും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതെല്ലാം അത് പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല, കാതുകൊണ്ട് എന്തും പോയി കേൾക്കാൻ പറ്റൂല, മനസ്സുകൊണ്ട് ഏതും സ്വീകരിക്കാൻ പറ്റൂല. മറിച്ച് എല്ലാം റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഞാനിതാ എല്ലാ തെറ്റിദ്ധരിച്ച മുസ്ലിമീങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെട്ടത് മാത്രം അവൻ തന്ന നാവ് കൊണ്ട് സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ മുസ്ലിമീങ്ങളെ, മതത്തിന്റെ ഒരു നിയമം അറിയണമെങ്കിൽ, മതത്തിന്റെ ഒരു നിയമം അറിയണമെങ്കിൽ അതിനെന്താണ് പ്രമാണം? ഏതെങ്കിലും ഒരു മൗലവി ഖുർആൻ ഓതിയിട്ട് കള്ളം പറഞ്ഞ പ്രമാണമാണോ? ഏതെങ്കിലും ഒരു മൗലവി ഖുർആൻ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത പ്രമാണമാണോ? എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം? അതിന് രണ്ട് മാർഗമാണ് നമുക്ക് മതത്തിന്റെ നിയമം അറിയാൻ അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് പ്രകൃതി നിയമമായി അള്ള വെച്ചതാണ് കേട്ടോ. അതെന്താണ്? ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഒന്ന് സ്വന്തമായി തന്നെ പഠിച്ച് അറിഞ്ഞ് അതാ അധ്വാനിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ മനസ്സിലായ ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അവരെല്ലാം അധ്വാനിച്ച് മനസ്സിലാക്കിയ മഹാന്മാരാണ്. അതിന് മാത്രമുള്ള ബുദ്ധിയും അല്ലാഹു അവർക്ക് കൊടുത്തിരുന്നു. ചെറിയ ബുദ്ധിയല്ല, അവരുടെ അപാരമായ ബുദ്ധി. അത് ഈ പറയുന്ന നമുക്കൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതും ഇല്ല. അല്ലാഹു തആല 3 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരെ തെരഞ്ഞെടുത്തതാണ്. അവര് 4 മദ്ഹബിന്റെ ഇമാമുകളും 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അത് ഖൈറുൽ ഖുറൂൻ, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നൂറ്റാണ്ടിലാണ് അവരുടെ ജീവിതം തന്നെ. അതിന്റെ പുറമെ അഗാധമായ പാണ്ഡിത്യമാണ് അവർക്ക്. ആ പാണ്ഡിത്യം അറബി ഭാഷയിലുണ്ട്, ഖുർആനിലും സുന്നത്തിലുമുണ്ട്. മഹാന്മാരായ സഹാബത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച് വിശദമായ അറിവുണ്ട്, താബിഈങ്ങളുടെ വിധികളെ കുറിച്ച് അറിവുണ്ട്. അങ്ങനെ അവരുടെ മുൻഗാമികൾ അറിവ് മുഴുവനും സമാഹരിച്ച് ഖുർആൻ ഹദീസിന്റെ ഭാഷ വിശദമായി വിശാലമായി പഠിച്ച് എല്ലാം തികഞ്ഞ മഹാന്മാർ. അതാണ് ലോകം അംഗീകരിച്ച 4 മദ്ഹബിന്റെ ഇമാമുകൾ. അവർ മുജ്തഹിദുകളാണ്. സ്വന്തമായി തന്നെ നിയമം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തി പറയാൻ കഴിയുന്നവരാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു വിഭാഗം. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിൽ അഭിപ്രായ ഐക്യമാണ്. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? മുതഅല്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അഭിപ്രായ വ്യത്യാസം ഒന്ന് വേറെ, അഭിപ്രായ ഐക്യം ഒന്ന് വേറെ. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ UDFന്റെ ആളുകളും LDFന്റെ ആളുകളും
വേറെ പാർട്ടിക്കാരും മത്സരിച്ചു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കക്ഷി മറ്റേ കക്ഷിയെ ആക്ഷേപിക്കുകയാണ്. മാത്രമല്ല ആ കക്ഷിയെ നിങ്ങൾ അനുകൂലിക്കരുത്, അനുകൂലിച്ചാൽ രാജ്യം തകർന്നു പോകും എന്ന് പ്രസംഗിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസമാണ്. ഒരു UDF-കാരന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ല നിങ്ങൾ UDF-നോ LDF-നോ ഏതെങ്കിലും ഒന്നിന് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടില്ല. ഒരു LDF-കാരനും പറയുന്നത് കേട്ടില്ല നിങ്ങൾ LDF-നോ UDF-നോ ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടില്ല. എന്തുകൊണ്ട്? അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ശാഫഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിന്റെ അവസാനം എന്താണ് പറയുന്നത്? തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? ലോകത്തുള്ള എല്ലാ മദ്ഹബിലെയും ഇമാമിങ്ങൾ എന്താണ് പറയുന്നത്? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒന്നുകിൽ ഹനഫിയാവുക, അല്ലെങ്കിൽ മാലിക്കിയാവുക, അല്ലെങ്കിൽ ശാഫിയാവുക, അല്ലെങ്കിൽ ഹംബലിയാവുക. നിങ്ങൾ നാലിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം. ഞങ്ങളതേ സ്വീകരിക്കാൻ പറ്റൂ, മറ്റത് തള്ളണം എന്നല്ല. മറ്റതിലുള്ളവർ നരകത്തിലാണെന്നല്ല, മറ്റവര് മുശ്രിക്കീങ്ങളാണെന്നല്ല, അവര് പിഴച്ചുപോയവരാണെന്നല്ല. നാല് മദ്ഹബും പരസ്പരം ബഹുമാനിക്കുന്നു, പരസ്പരം ആദരിക്കുന്നു, പരസ്പരം അംഗീകരിക്കുന്നു. അഭിപ്രായ വ്യത്യാസമില്ല, അഭിപ്രായ ഐക്യമാണ്. ഇത് ഇസ്ലാമിനുള്ള 4 വീക്ഷണമാണ്, 4 കണ്ടെത്തലുകളാണ്. 4ഉം ഇസ്ലാമാണ്, 4ഉം ഇസ്ലാമാണ്. ഒന്നും ഇസ്ലാമിന് പുറത്തല്ല, ഒന്നും പ്രമാണത്തിന് പുറത്തല്ല, എല്ലാം സത്യമാണ്. 4ലേത് സ്വീകരിച്ചാലും വിജയിയാണ്. അപ്പോൾ മനസ്സിലായി 4 മദ്ഹബിനിടയിൽ അഭിപ്രായ ഐക്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ചില വിഷയങ്ങൾ വരുമ്പോൾ, ശാഖാപരമായ വിഷയങ്ങളിൽ അവർ 2 നിലക്ക് പറയും. കാരണം ഖുർആനും സുന്നത്തും 2 നിലക്ക് വരുന്ന വിധത്തിലാണ് അത് പഠിപ്പിച്ചത്. ഞാനതിന് പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഒന്നുകൂടി അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആൻ, ആ ഖുർആൻ പറയുകയാണ് വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീകൾ അവർ മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ 3 ഖർഉകൾ കാത്തിരിക്കണം. ഖർഉ എന്നതിന് അറബി ഭാഷയിൽ മെൻസസ് എന്ന് വ്യാഖ്യാനമുണ്ട്. മെൻസസിനിടക്കുള്ള ശുദ്ധി എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ ഖുർആൻ 2 അർത്ഥവും വരുന്ന വിധത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ 2 മദ്ഹബുണ്ടായി. ഒരു മദ്ഹബ് ഹനഫി മദ്ഹബാണ്, മറ്റൊരു മദ്ഹബ് ശാഫിഈ മദ്ഹബാണ്. എന്താണത് പറയുന്നത്? ഹനഫി മദ്ഹബ് പറയുന്നു, അതേ വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ മറ്റൊരു വിവാഹം കഴിയണമെങ്കിൽ 3 മെൻസസ് കഴിയണം. ശാഫിഈ മദ്ഹബ് പറയുന്നു 3 മെൻസസിനിടക്കുള്ള ശുദ്ധി കഴിയണം. മെൻസസ് അല്ല, ശുദ്ധി കഴിയണം. ഈ 2 മദ്ഹബും സത്യമാണ്, ഖുർആനിനോട് യോജിക്കുന്നതാണ്. ഇമാം ശാഫിഈക്ക് പിഴച്ചിട്ടില്ല, തെറ്റിയിട്ടില്ല. അബൂ ഹനീഫ തങ്ങൾക്ക് പിഴച്ചിട്ടില്ല, തെറ്റിയിട്ടില്ല. എന്നാൽ ഇവർക്ക് ഈ വിഷയം എങ്ങനെ കിട്ടി? അത് സഹാബത്തിൽ നിന്ന് പകർത്തിയതാണ്. മദ്ഹബുകളെല്ലാം സഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും പകർത്തിയതാണ്. സഹാബികളെ കൂട്ടത്തിൽ 2 മഹാന്മാർ, ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഒന്ന് സയ്യിദത്തുനാ ബീബി ആയിഷ. ഒന്ന് ബാപ്പയാണ്, ഒന്ന് മകളാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശനാണ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇവർക്കിടയിലും ഇതേ മദ്ഹബ് കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ അവൾക്ക് ഇനിയൊരു വിവാഹം നടത്തണമെങ്കിൽ 3 മെൻസസ് കഴിയണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണത്. മഹാനായ മഹദിയായ
ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, 2 മെൻസസിനുള്ള ശുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ ഇനിയൊരു വിവാഹം നടക്കണമെങ്കിൽ 3 ശുദ്ധി കഴിയണം. ഇനി മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, മഹദിയായ ആയിഷ ബീവിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്താണ് 3 ശുദ്ധി കഴിയണമെന്ന് ആയിഷ ബീവി, 3 മെൻസസ് കഴിയണമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കട്ടെ, ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതല്ല അഭിപ്രായ ഐക്യമുണ്ടോ? ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല. അവര് ഖുർആൻ അവരവർക്ക് മനസ്സിലായതുപോലെ അർഹതയുള്ളതോടുകൂടി വ്യാഖ്യാനിക്കുകയാണ്, നിയമം പറയുകയാണ്, അത് പറയേണ്ടതാണ്. ഇതിൽ അതാ സിദ്ദീഖുൽ അക്ബറിന്റെ പക്ഷത്താണ് അബൂ ഹനീഫ, ആയിഷ ബീവിയുടെ പക്ഷത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹും. ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ സഹാബത്തിനെ പിന്തുടരാനാണ് കേട്ടോ. അവർക്കിടയിൽ മദ്ഹബുണ്ട്, ഇമാമികൾക്കിടയിലും മദ്ഹബുണ്ട്. ഇതാണ് ഇസ്ലാം. പക്ഷേ അതറിയുന്ന ആളുകൾക്കല്ലേ, കണ്ടെത്താനുള്ള കഴിവുള്ളവർക്കല്ലേ അങ്ങനെ ഒരു മാർഗമുള്ളത്. ഒരു പ്രസിദ്ധനായ എഞ്ചിനീയർ, അദ്ദേഹത്തിന് ഒരു ബിൽഡിംഗ് നിർമ്മിക്കണം. അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ പ്ലാൻ ഉണ്ടാക്കാം, സ്വന്തമായി അതിന് വേണ്ട എല്ലാ ഫൗണ്ടേഷനും എന്ത് വേണമെന്ന് പറയാം, മുഴുവനും നിർദ്ദേശിക്കാം, മറ്റൊരാൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും ആകാം. ഒരു പ്രസിദ്ധനായ ഡോക്ടർ, ആ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ രോഗം വേണമെങ്കിൽ കണ്ടെത്താം, അദ്ദേഹത്തിന് തന്നെ മരുന്ന് നിർദ്ദേശിക്കാം. അത് സ്വയം തന്നെ പഠിച്ച് മനസ്സിലാക്കി കഴിവുള്ളവരാണ്. എന്നാൽ ഡോക്ടർ ആകാത്തവനോ എഞ്ചിനീയർ ആകാത്തവനോ, അതെന്ത് ആ എഞ്ചിനീയർക്ക് പറ്റെങ്കിൽ എനിക്കും പറ്റൂലേ? വീടുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലാവും, ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പ് ബിൽഡിങ്ങിന്റെ അടിയിലാവും. അതുപോലെ ഡോക്ടർ ആകാത്തവൻ ഞാനും ഡോക്ടറാണ്, അയാൾക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റൂലേ എന്ന് പറഞ്ഞു വന്നാലോ മരുന്ന് കുടിച്ച് കഴിയുമ്പോഴേക്ക് കബർ കുഴിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രകൃതി നിയമമാണ്. അറിവുള്ളവന് സ്വന്തം കണ്ടെത്താൻ കഴിയും. അതിന് ഉപകരണങ്ങൾ വേണ്ടത് വേണം, ഉപകരണം വേണം. വരക്കണമെങ്കിൽ ഉപകരണം വേണം, ഡോക്ടർമാർക്ക് വേണം, ഒരുപാട് സ്കാനിങ് വേണം, അതിനൊക്കെ ഉപകരണം വേണം. ഉപകരണം ഇല്ലാത്തവൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല. നന്നായി പഠിച്ചിട്ടുണ്ട്, ഒരു സ്കാനും ഇല്ല, ഒരു ഉപകരണമില്ല, പഠിച്ചിട്ടുണ്ട്, മതിയാവില്ല, ഉപകരണം വേണം. എന്നാൽ ഇസ്ലാമിന്റെ വിഷയം കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഉപകരണം എന്താണ്? അത് അപാരമായ ബുദ്ധിയാണ്. ആ ബുദ്ധി ഇമാമിങ്ങൾക്കുള്ളതുപോലെ അതിന്റെ പിൻതലമുറയിൽ ആർക്കും കിട്ടിയിട്ടില്ല. അവിടെ നിങ്ങൾ എത്ര ഖുർആനിലായത്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയാലും, എത്ര ഹദീസ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ വെച്ചാലും, ഷാഫി ഇമാമിന്റെ ബുദ്ധി എവിടെ? അബൂ ഹനീഫയുടെ ബുദ്ധി എവിടെ? മാലിക് ഇമാമിന്റെ ബുദ്ധി എവിടെ? അഹ്മദ് ഇബ്നു ഹംബലിന്റെ ബുദ്ധി എവിടെ? അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് ചിലപ്പോ നമ്മളെ വലിയ ബുദ്ധിമാനായ മൗലവി പറഞ്ഞെന്ന് വരാം. പക്ഷേ അയാളെ ബുദ്ധി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തെളിയിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സഹോദരന്മാരെ, മൂപ്പർക്ക് വല്ലാത്ത ബുദ്ധിയാ നമ്മളെ മൗലവിക്ക്. മൗലവി എന്നെ ഗണ്ണിക്കുന്നുണ്ട്. എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു ഇത് കരയുദ്ധമാണ്. മൂപ്പർ ആദ്യമായിട്ട് വെക്കുന്ന ക്ലിപ്പതാ, കരയുദ്ധമാണ്. അപ്പൊ മൂപ്പര് പറയാ, അപ്പൊ ഇതുവരെ നിങ്ങൾ വെള്ളത്തിലാണ് എന്ന് മനസ്സിലായി. അത് നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ഒരൽപ്പം ഭീഷണി സ്വരത്തിൽ മുസ്ലിയാർ പറയുകയാണെന്ത്, ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? കരയുദ്ധമാണ്. മുസ്ലിയാർ അത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്, ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. അപ്പോ ഇതുവരെ മൂപ്പര് വെള്ളത്തിലായിരുന്നു. മൗലവിന്റെ വിവരം കണ്ടില്ലേ? മൗലവി മനസ്സിലാക്കിയ കരയുദ്ധം എന്ന് പറഞ്ഞാൽ കുറെ പട്ടാളക്കാർ കടലിലിറങ്ങുക, എന്നിട്ട് കടലിൽ നിന്ന് കുറെ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കരക്ക് കയറിയിട്ട് പിന്നെ ഒരു തോർത്തോണ്ട് തലയിലൊന്ന് തോർത്തി എന്നിട്ട് യുദ്ധം തുടങ്ങുക. അതിന്റെ പേരാ കരയുദ്ധം എന്നാണ് മൂപ്പര അറിവ്.
വല്ലാത്ത വിവരമുള്ള മൗലവിയട്ടോ. നാദാപുരത്ത് ഷാർജയെന്ന് പ്ലെയിനിന് വരുന്നതല്ലേ. കരയുദ്ധം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് ദിവസം കിടന്നിട്ട് പിന്നെ കരക്ക് കയറിയിട്ട് തോർത്തുകൊണ്ടും ഒക്കെ ഒന്ന് തോർത്തി എന്നിട്ട് നടന്ന യുദ്ധത്തിനാണോ മൗലവി കരയുദ്ധം എന്ന് പറയാ? ഖുർആനോ നിങ്ങൾക്കറിയില്ല, ഹദീസ് നിങ്ങൾക്കറിയില്ല, ഇജ്മാഅ് നിങ്ങൾക്കറിയില്ല, ഖിയാസ് നിങ്ങൾക്കറിയില്ല, ഇബാറത്ത് നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ മലയാളത്തിൽ കരയുദ്ധം എന്ന് എന്തിനാ പറയാന്ന് അതും അറിയില്ല. വല്ലാത്ത ബുദ്ധിയും വിവരമാണ് കേട്ടോ മൗലവിക്ക്. വല്ലാത്ത ബുദ്ധിയാ. ഒരു സ്ഥലത്ത് മൗലവി പ്രസംഗിക്കുന്നത്, ഹേ ജനങ്ങളെ, നമ്മളെ ഉപ്പാപ്പമാരെ ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, നമ്മളെ മുൻഗാമികളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. മുൻഗാമികളെ സ്വീകരിക്കുന്നതാണെങ്കിൽ പിന്നെ കുട്ടികളെ എന്തിനാ മദ്രസയെ പറഞ്ഞേക്കുന്നു? ചോദിക്കുക, ഉപ്പാപ്പാൻ്റെ ഇരുന്ന് കണ്ടങ്ങ് പഠിച്ചാൽ പോരേ. അപ്പൊ മുജാഹിദീങ്ങളൊക്കെ മദ്രസയെ കുട്ടികൾ പറഞ്ഞേക്കുന്നത് എന്തിനാണ്? ബാപ്പ പഠിപ്പിച്ചതല്ലാത്തത് പഠിപ്പിക്കാൻ, ഉമ്മ പഠിപ്പിച്ചതല്ലാത്തത് പഠിപ്പിക്കാൻ, വീട്ടിൽ നിന്ന് നടക്കുന്ന ഒന്നും അല്ലാത്തൊരു പരിപാടി പഠിക്കാനാണ് മുജാഹിദീകൾ മദ്രസയെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വെച്ചു കൊടുത്താ മോനെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മനസ്സിലാക്കാനുള്ള മാർഗമാണ്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് നാട്ടിലെ ഭൂരിപക്ഷത്തെ നോക്കിയിട്ടല്ല, നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല, എന്റെ ബാപ്പയും എന്റെ ഉപ്പാപ്പയും എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ബാപ്പയും ഉപ്പാപ്പയും ചെയ്തത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പകർത്തിയാൽ മതി. നമ്മൾ പിന്നെ വേറെ ഒരു മദ്രസയിലേക്ക് പോകേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പൊ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ചത് അതിനു വേണ്ടിയല്ല മദ്രസയിൽ പോകുന്നത്. അപ്പോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. ഒരു കുട്ടി മുജാഹിദിന്റെ മദ്രസയിൽ വന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു പറഞ്ഞാൽ പഠിപ്പിക്കാൻ, എന്താണ് നമസ്കാരം 5 നേരം ഫർളാണ്. അപ്പൊ ഈ കുട്ടി അത് പഠിക്കാൻ വേണ്ടി ഞാൻ വന്നില്ല, ഞാനിപ്പം വീട്ടിൽ നിന്ന് കാണുന്നില്ല 5 നേരം നിസ്കരിക്കുന്നത്. വീട്ടിൽ നിന്ന് പഠിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടതാണ്. നാദാപുരത്ത് ലോകൊട്ടാകെ പോയിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ പോകുന്നത് എന്തിനാണ്? വീട്ടിൽ നിന്ന് പഠിച്ചല്ലാത്ത വേറൊരു ആശയം പഠിക്കാനാണ്. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരമുള്ള ഭർത്താനെ എന്നോട് പറയണ്ട. ഈ കുട്ടീനോട് ഉസ്താദേ, അല്ല മോനെ, 5 നേരത്തെ നിസ്കാരം മുസ്ലിമിയക്ക് നിർബന്ധാണ്, അതുകൊണ്ടാണ് അതിന്റെ ബാപ്പ വീട്ടിൽ നിസ്കരിക്കും. ബാപ്പ പഠിക്കാൻ മദ്രസയിൽ വരണ്ടില്ല എന്ന് മൗലവി പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ മുജാഹിദ് മദ്രസയും പൂട്ടണ്ടേ? വല്ലാത്ത ബുദ്ധിയാണ് കേട്ടോ. ഇനിയിപ്പോ ഈ മൗലവി ഷാഫി ഇമാമിനെ കാണാൻ ബുദ്ധിയുള്ള ആളാണ്, അബൂ ഹനീഫയേക്കാൾ ബുദ്ധിയുള്ള ആളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇയാളെ ബുദ്ധി ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അപ്പൊ ആ മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ അപാരമായ ബുദ്ധി കൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ മഹാന്മാരെ പിന്തുടർന്നാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇമാമിങ്ങളെ അങ്ങ് തള്ളിയിട്ട് ഓരോരുത്തരും വിവരമില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ മതം പറയാൻ ഒരുങ്ങിയാൽ യഹൂദികളുടെ ഉദ്ദേശം നിറവേറുന്നു. യഹൂദികളുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ സൂറത്തുൻ നിസായിൽ നോദി കൽപ്പിച്ചില്ലേ? വയുരീദൂന അൻ തദില്ലു സബീൽ. നിങ്ങൾ വഴിവഴക്കലാണ് യഹൂദികൾക്ക് വേണ്ടത്. അത് പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുന്നു. ഓ ജനങ്ങളെ, ഇൽമുള്ള ആലിമീങ്ങളും ഇമാമീങ്ങളൊക്കെ ആദ്യകാലത്ത് ജീവിച്ചങ്ങ് കഴിഞ്ഞു പോകും. അങ്ങനെ വലാകിൻ യഖ്ദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, വലിയ വലിയ ആലിമീങ്ങളായ പണ്ഡിതന്മാരായ ഇമാമീങ്ങൾ അവരൊക്കെ അല്ലാഹു തആല ആദ്യകാലത്ത് തന്നെ ജീവിപ്പിച്ചവനങ്ങ് പിടിച്ചെടുക്കും. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, അങ്ങനെ ഒരൊറ്റ മുജ്തഹിദായ പണ്ഡിതനും ഇല്ലാത്ത കാലം വരും. അപ്പോൾ ലോകത്തൊരു കാര്യം സംഭവിക്കും. അതെന്താണ്? യഹൂദികളെ ചാണിന് ചാണായി പിന്തുടരുന്ന ഒരു കക്ഷികൾ വരുമെന്ന് പറഞ്ഞില്ലേ? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യയെ നിങ്ങളതാ ചാണിന് ചാണായി പിന്തുടരുമെന്ന് പറഞ്ഞില്ലേ? ആ കക്ഷികളുടെ സ്വഭാവം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ,
വിവരമില്ലാത്ത ചില ആളുകളെ ചില ജനങ്ങൾ നേതാക്കന്മാരാക്കും. ഹുസൈൻ സലഫിയെ നേതാവാക്കി, AP അബ്ദുൽ ഖാദിർ മൗലവിയെ നേതാവാക്കി, ഉമർ മൗലവിയെ നേതാവാക്കി, ചേകനൂരിനെ നേതാവാക്കി, മൗദൂദിയെ നേതാവാക്കി. അതേ, അങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളെയും നേതാവാക്കും. അങ്ങനെ വന്നാലോ ഫസുയിലു, അവരോട് എന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കും. നമുക്ക് ചേറ്റിയെട്ടിയിൽ ഒരു പ്രസംഗം വേണം, ചോദ്യത്തിനൊരു മറുപടി വേണം. അങ്ങനെ അവരോട് വന്ന് ചോദിക്കപ്പെടും. എന്നാൽ അവരെന്ത് ചെയ്യും? അവര് സ്വന്തം തന്നെ മറുപടി അങ്ങ് പറയും. ഞങ്ങൾക്കെന്താ ഷാഫി ഇമാം ആയിക്കൂടെ, ഞങ്ങൾക്കെന്താ അബൂ ഹനീഫ ആയിക്കൂടെ എന്ന നിലക്ക് അറിവില്ലാതെ അവർ മതത്തിന്റെ നിയമം പറയും. ഫളല്ലൂ, പറഞ്ഞ ഈ കക്ഷികൾ പിഴച്ചു. വഅദല്ലൂ, അവരനുയായികളെ പിഴപ്പിക്കുകയും ചെയ്തു. ഇത് ലോകത്ത് സംഭവിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെയുള്ള അവിടുത്തെ ഉമ്മത്തുകൾ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി, യഹൂദികളെ പദ്ധതിയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് നേരത്തെ തന്നെ നമുക്ക് വിവരം തരുന്നു. സഹോദരന്മാരെ, അറിവുള്ളവർക്കാണ് ഇമാമുകൾ എന്ന് പറയുന്നത്. മാന്യ മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വ്യക്തമായ ശക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗം നടത്തിയപ്പോ അദ്ദേഹം വിട്ട ക്ലിപ്പ് കേട്ടില്ലേ നിങ്ങള്? കരയുദ്ധത്തിന്റെ ക്ലിപ്പ്. അതിനു മുമ്പ് ഞാൻ എത്ര ആയത്തോതിയിരുന്നു മൗലവി? കരയുദ്ധം പറയുന്നതിന് മുമ്പ് ഞാൻ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുദ്ധരിച്ചിരുന്നു? ആ ആയത്തിനെ സംബന്ധിച്ച് കാമ എന്ന് പറയാതെ കരയുദ്ധ വെള്ളത്തുനിന്ന് കയറിയിട്ട് യുദ്ധം ചെയ്യലാണ് എന്നല്ലേ മനസ്സിലാക്കിയത്? കാരണം ഞാൻ ഉദ്ധരിച്ച പ്രമാണങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത് കരയുദ്ധമാണ്. ഞാൻ കൊണ്ടുവരുന്ന ആയുധം പരിശുദ്ധ ഖുർആനാണ്. അത് എന്റെ വകയിലല്ല. ആ ഖുർആനിന് ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണത്തോടു കൂടി. കാരണം എനിക്ക് സ്വന്തം ഖുർആൻ നോക്കി പറയാൻ ഞാൻ വലിയ വിവരമുള്ള ആളാണെന്ന് വാദിക്കുന്ന അഹങ്കാരം എനിക്കില്ല കേട്ടോ. പക്ഷേ ഒരു വിവരവുമില്ലാത്ത നിങ്ങളെക്കാൾ ഇമാമിങ്ങളെ കിതാബ് പഠിച്ചവർക്ക് വിവരം